ഒരു നല്ല ചായക്ക് നമ്മുടെ ഒരു ദിവസത്തെ നല്ല രീതിക്ക് തുടങ്ങാനുള്ള അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് ശരിക്കും സത്യമാണ് കേട്ടോ. എൻ്റെ എല്ലാ ദിവസങ്ങളും തുടങ്ങുന്നത് നല്ലൊരു ചായ കുടിച്ചുകൊണ്ട് തന്നെയാണ്. നല്ല ചായ എന്ന് പറയുമ്പോൾ അതിന് ഒരു അടിവരയിട്ട ഒരു എക്സ്പ്ലനേഷനും കൂടെ വേണം. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചായ മാത്രമാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അത് കുടിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചായ ആയിരിക്കണം കേട്ടോ, അത് കുടിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളത്. ഞാൻ ഉണ്ടാക്കുന്നത് അത്ര നല്ല ചായ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന ചായയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വരാം. ഈ ചായ കുടി ശീലം എനിക്ക് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-27 വർഷം. ഇപ്പോൾ എനിക്കൊരു 30 വയസ്സുണ്ട്. അപ്പോൾ ഒരു 10-27 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഈ നമുക്കൊക്കെ പാരമ്പര്യമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ കൈമാറി കിട്ടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ എനിക്ക് കൈമാറി കിട്ടിയൊരു ശീലമാണ് ഈ ചായ കുടി എന്ന് പറയുന്നത്. എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പണ്ടത്തെ ആളുകളൊക്കെ കൃഷിയിലൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വലിയച്ഛന് എന്താ പറയുക, ആട്, പശു, ഈ ജാതി സാധനങ്ങളൊക്കെ വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് വീട്ടിൽ പാലുണ്ടായിരുന്നു. പശു ഉണ്ടാകുമ്പോൾ പാലുണ്ടാവണമല്ലോ. അപ്പോൾ അമ്മ എൻ്റെ അച്ഛയെ കല്യാണം കഴിച്ച സമയത്ത് കൂടി വെച്ചൊരു ഡിമാൻഡ്, ചേട്ടാ ചോറ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ചായ കിട്ടിയേ പറ്റുമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വരെ എൻ്റെ അറിവിൽ അച്ഛൻ ആ ഒരു വാക്ക് തെറ്റിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ഹർത്താലോ ബന്ധമോ വന്നാൽ പോലും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നു പോയിട്ടാണെങ്കിലും എൻ്റെ ഡാഡി ഞങ്ങൾക്ക് പാല് വാങ്ങിച്ചുകൊണ്ട് തരായിരുന്നു കേട്ടോ. അത് ചുമ്മാ തള്ളാൻ വേണ്ടി പറയുന്നതല്ല, ഉള്ളതാണ്. ചായ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ കൂടിയാണല്ലോ അല്ലേ. അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാനും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഇങ്ങനെ പാലും ചായയൊക്കെ കുടിച്ച് ശീലിച്ചത് കൊണ്ട് എൻ്റെ ദിവസങ്ങൾ തുടങ്ങുന്നത് നല്ലൊരു ചായ കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ എത്ര പേര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിച്ച ഒരു ദിവസം തുടങ്ങുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. മലയാളികൾക്ക് പ്രത്യേകിച്ചും ചായ ഒരു വികാരമാണല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചായയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാറില്ല. പാല്, വെള്ളം, പഞ്ചസാര, ചായപ്പൊടി, ഇത്ര മാത്രം. എനിക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള നല്ല കടുപ്പമുള്ള ചായയാണ് ഇഷ്ടം. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ചായ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 2 ഗ്ലാസ് ചായ ഉണ്ടാവും. എന്നാലും രാവിലെ ഈ ഒരു ചായ അതൊരു എക്സ്ട്രാ ഫീലാണ്. അപ്പോൾ ഇന്നത്തെ ചായ കഥ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.